തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ കരട് പട്ടിക കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണല്ലോ. എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് തിരികെ സമർപ്പിച്ച ആകെയുള്ള 2.54 കോടി വോട്ടർമാരിൽ 19 ലക്ഷം പേർ ഇനിയും തിരിച്ചറിയൽ രേഖകൾ നൽകേണ്ടവരാണ്. അതായത് കരട് വോട്ടർ പട്ടികയുടെ 6.94% ആളുകളാണ് തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കേണ്ടതായി വരുന്നത്. ഇതിനു പുറമെ മരിച്ചവരും കണ്ടെത്താനാകാത്തവരും ഇരട്ടിപ്പ് വോട്ടുകളുമായി 24 ലക്ഷം ആളുകൾ പട്ടികയിൽ നിന്ന് പുറത്താകുന്നവരാണ്. ഇതിൽ മരിച്ചവരും ഇരട്ടിപ്പ് വോട്ടുകളും ഉൾപ്പെടെ 7.85 ലക്ഷം വോട്ടർമാരെ മാറ്റി നിർത്തിയാലും ബാക്കിയുള്ളവർക്ക് പട്ടികയിൽ ഇടം പിടിക്കണമെങ്കിൽ ഫോം 6 ഡിക്ലറേഷൻ ഫോമും നൽകി അപേക്ഷിക്കേണ്ടി വരും. ഫലത്തിൽ 35 ലക്ഷം പേരാണ് അന്തിമ പട്ടികയിൽ ഇടം പിടിക്കാൻ പരക്കം പാച്ചിൽ നടത്താൻ പോകുന്നത്. ഇതിൽ തന്നെ കണ്ടെത്താനാകാത്തവരാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ പലരും നാട്ടിലുണ്ട് എന്ന് തെളിവ് സഹിതം രാഷ്ട്രീയ പാർട്ടികൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. 2002 വോട്ടർ പട്ടികയിൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ അവരുടെ മാതാപിതാക്കളുടെ പേരോ ഇല്ലാത്തവരായി 19.32 ലക്ഷം പേരുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക്. കരട് പട്ടിക പ്രസിദ്ധീകരിക്കും മുൻപ് പുറത്തിറക്കിയ ഒഴിവാക്കൽ പട്ടികയിലെ 24.8 ലക്ഷം ആളുകൾക്ക് പുറമെയാണ് ഇത്. 24.8 ലക്ഷത്തിൽ 7.85 ലക്ഷം പേർ മരിച്ചവരും ഇരട്ടിപ്പ് വോട്ടർമാരുമാണ്. ബാക്കി വരുന്നത് 16.15 ലക്ഷം. ഇവരെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് കണക്ക്. ഇവരെ കണ്ടെത്തുന്നതിനുള്ള മാപ്പിംഗ് തുടരുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ മാപ്പിംഗ് നടക്കാത്ത 19.32 ലക്ഷം പേരും കണ്ടെത്താനായിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധിച്ച 16.15 ലക്ഷം പേരും അടക്കം 35.47 ലക്ഷം ആളുകൾ തങ്ങളുടെ സമ്മതിദാനാവകാശം പുനഃസ്ഥാപിച്ചു കിട്ടാൻ പരക്കം പായേണ്ടി വരും. എന്യൂമറേഷൻ ഫോം നൽകിയവർ ഉൾപ്പെട്ട കരട് പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാൻ electoralsearch.eci.gov.in എന്ന വെബ്സൈറ്റിലാണ് കയറേണ്ടത്. 3 രീതിയിൽ കരട് പട്ടികയിൽ പേര് പരിശോധിക്കാൻ സാധിക്കും. ഒന്നുകിൽ വോട്ടർ ID നമ്പരും സംസ്ഥാനവും നൽകി ക്യാപ്ഷൻ നൽകി സെർച്ച് ചെയ്താൽ വോട്ടറുടെ പേരും ബന്ധുവിന്റെ പേരും മണ്ഡലം പട്ടികയിലെ ക്രമ നമ്പർ ബൂത്തിന്റെ പേര് എന്നിവ ദൃശ്യമാകും. മറ്റൊന്ന് ബൂത്തിന്റെ പേര് ജനന തീയതി അല്ലെങ്കിൽ വയസ്സ് എന്നിവ നൽകി സെർച്ച് ബൈ ഡീറ്റെയിൽസ് എന്ന വിഭാഗത്തിൽ പരിശോധിക്കാം. മൊബൈൽ നമ്പർ നൽകിയും കരട് പട്ടികയിൽ പരിശോധിക്കാൻ സാധിക്കും. കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരിൽ വോട്ടർമാരാകാൻ യോഗ്യരായവർ ഉണ്ടെങ്കിൽ പുതിയ അപേക്ഷകൾ സമർപ്പിക്കണമെന്ന് CEO നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹിയറിംഗിന് ഹാജരാകേണ്ട 19.32 ലക്ഷത്തോളം വരുന്ന വോട്ടർമാരെ നിശ്ചയിക്കാൻ അതത് നിയമസഭാ മണ്ഡലത്തിലെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ അഥവാ ERO വിവരങ്ങൾ പരിശോധിച്ചാകും നടപടി സ്വീകരിക്കുക. ഇതനുസരിച്ച് ഹിയറിംഗിന് ഹാജരാകേണ്ടി വരുന്നവർക്ക് ബൂത്ത് ലെവൽ ഓഫീസർമാർ വീട്ടിലെത്തി നോട്ടീസ് നൽകും. ഹിയറിംഗ് എവിടെ വെച്ചാണ് നടക്കുക എന്ന് നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ടാകും. ബൂത്തുകളായി പ്രവർത്തിക്കേണ്ട സ്കൂളുകളിലോ പൊതു കെട്ടിടത്തിലോ പ്രാദേശികമായി ക്യാമ്പുകൾ നടത്താനും സാധ്യതയുണ്ട്. 2002 പട്ടികയിൽ പേരുണ്ടായിരുന്നവരാണ് എങ്കിൽ അക്കാര്യം അധികൃതരെ ബോധ്യപ്പെടുത്തുകയും വേണം. പേരില്ലാത്തവരാണ് എങ്കിൽ അന്ന് പേരുണ്ടായിരുന്ന കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ നൽകണം. ഇവ രണ്ടും സാധ്യമല്ല എങ്കിൽ ആധാർ കാർഡ്, പാസ്പോർട്ട്, SSLC സർട്ടിഫിക്കറ്റ്, സർവകലാശാലകൾ നൽകുന്ന വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ കൈവശം വെച്ചാൽ മതി. തൃപ്തികരമായ വിശദീകരണവും രേഖകളുമായാണ് ഹാജരാകുന്നത് എങ്കിൽ ഫെബ്രുവരി 21 പ്രസിദ്ധീകരിക്കുന്ന അന്തിമ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തും. ഒഴിവാക്കപ്പെട്ടവരുടെയും കരട് പട്ടികയും വെവ്വേറെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒഴിവാക്കപ്പെട്ടവർ വോട്ടിന് അർഹരായവർ ആണെങ്കിൽ വീണ്ടും അപേക്ഷിക്കാൻ അവസരമുണ്ട്. ഒഴിവാക്കപ്പെട്ടവർ നാട്ടിലുള്ള വോട്ടർമാരാണ് എങ്കിൽ ഫോം 6 ഉപയോഗിച്ചും പ്രവാസികളാണ് എങ്കിൽ ഫോം 6A ഉപയോഗിച്ചുമാണ് അപേക്ഷിക്കേണ്ടത്. മരണം, താമസമാറ്റം, പേര് ഇരട്ടിപ്പ് തുടങ്ങിയ കാരണങ്ങളാൽ പേര് ഒഴിവാക്കുന്നതിന് ഫോം 7ഉം വിലാസം മാറ്റുന്നതിനും മറ്റ് തിരുത്തലുകൾക്കും ഫോം 8ഉം ഉപയോഗിച്ചാണ് അപേക്ഷ നൽകേണ്ടത്. ഓൺലൈനായി കമ്മീഷന്റെ വെബ്സൈറ്റ് വഴിയും BLOമാർ വഴി ഫോം നേരിട്ട് നൽകിയും ഈ അപേക്ഷകൾ പൂർത്തിയാക്കാൻ സാധിക്കും. ഫോമുകൾ വെബ്സൈറ്റിലും ലഭ്യമാണ്. കണ്ടെത്താനായില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധിച്ച ആളുകളെ കണ്ടെത്താൻ മാപ്പിംഗിനുള്ള ശ്രമം തുടരുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. നോട്ടീസ് നൽകേണ്ടവരുടെ എണ്ണം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് കമ്മീഷൻ.
നോട്ടീസ് വിതരണം അടക്കം ജോലികൾ ബാക്കിയുള്ളതിനാൽ BLOമാരുടെ ഡ്യൂട്ടി 1 മാസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. ആളുകൾക്ക് പ്രയാസം വരാത്ത രീതിയിൽ വോട്ടർമാരുടെ സൗകര്യം കണക്കിലെടുത്ത് പരമാവധി 4ഉം 5ഉം ബൂത്തുകൾക്കായി ഒരിടത്ത് ഹിയറിംഗ് നടത്താൻ അനുവാദമുണ്ട്. ഏതെല്ലാം തിരിച്ചറിയൽ രേഖകളാണ് സമർപ്പിക്കേണ്ടത് എന്ന വിവരം നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ടാകും. വിതരണം ചെയ്യുന്ന നോട്ടീസിന്റെ 2ാമത്തെ പകർപ്പ് BLOമാർ ഒപ്പിട്ട് വാങ്ങി അത് ആപ്പിലൂടെ അപ്ലോഡ് ചെയ്യും. ഹാർഡ് കോപ്പി രേഖയായി സൂക്ഷിക്കുകയും ചെയ്യും. ഹിയറിംഗ് സമയത്ത് BLOമാരുടെ സാന്നിധ്യം നിർബന്ധമാക്കിയിട്ടുണ്ട്. ഡിസംബർ 23 മുതൽ തന്നെ പരാതികളും അപേക്ഷകളും അറിയിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ജനുവരി 22 വരെ പരാതികളും ആക്ഷേപങ്ങളും അറിയിക്കാം. ഹിയറിംഗിനുള്ള നടപടികൾ ഫെബ്രുവരി 14 വരെ നടക്കും. ഹിയറിംഗിന് ശേഷം ഒഴിവാക്കപ്പെടുന്നവർക്ക് 15 ദിവസത്തിനകം കളക്ടർമാർക്ക് 1ാം അപ്പീലും ഇതിലും ഉത്തരവ് പ്രതികൂലമാണ് എങ്കിൽ 30 ദിവസത്തിനകം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് 2ാം അപ്പീലും നൽകാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ചില ബൂത്തുകളിൽ പകുതിയിലേറെ പേർ പുറത്തായി എന്ന ആരോപണങ്ങൾക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മറുപടി പറഞ്ഞിട്ടില്ല. BLOമാർ 3 തവണ വീടുകൾ സന്ദർശിച്ച് ഫോം നൽകാൻ പരമാവധി ശ്രമിച്ചുവെന്നും അവരുടെ ഭാഗത്ത് പിഴവുകൾ ഇല്ല എന്നുമായിരുന്നു CEOയുടെ വിശദീകരണം. പക്ഷേ കണ്ടെത്താനായില്ല എന്ന് കമ്മീഷൻ പറഞ്ഞ പലരും നാട്ടിലുണ്ട് എന്ന് രാഷ്ട്രീയ പാർട്ടികൾ തെളിവ് സഹിതം വിശദീകരിക്കുന്നു. മുൻ MLA രാജാജി മാത്യു തോമസ് താനും തന്റെ ഭാര്യയും നാട്ടിൽ തന്നെയുണ്ട് എന്നും തന്നെ കണ്ടെത്താനാകാത്തവരുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നും പറഞ്ഞിരുന്നു. ഈ പരാതിയിൽ കഴമ്പില്ല എന്നാണ് CEOയുടെ വിശദീകരണം. മാത്രമല്ല എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാൻ 2 തവണ സമയം നീട്ടി നൽകിയെന്നും ഇനി നീട്ടി നൽകാനാവില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായ 24.8 ലക്ഷം പേരിൽ 1.60 ലക്ഷം പേർ ഫോം വാങ്ങാൻ വിസമ്മതിച്ചവരോ വാങ്ങിയ ശേഷം മടക്കി നൽകാത്തവരോ ആണ് എന്ന് CEO വിശദീകരിക്കുന്നു. മരിച്ചവർ 6,49,885, സ്ഥലത്തില്ലാത്തവർ 6,45,548, താമസം മാറിയവർ 8,16,221, ഇരട്ടിപ്പുള്ളവർ 1,36,029, മറ്റു കാരണങ്ങൾ എന്ന് ചൂണ്ടിക്കാട്ടി ഒഴിവാക്കിയിരിക്കുന്നത് 1,60,830. ഇങ്ങനെയാണ് കണക്ക്. കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ കരട് പട്ടികയിൽ നിന്ന് പുറത്തായത് തിരുവനന്തപുരം മണ്ഡലത്തിലാണ്. 54,627 പേരാണ് തിരുവനന്തപുരത്ത് പുറത്തായത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ 49,740 പേരും നേമത്ത് 45,618 പേരും തിരുവനന്തപുരം ജില്ലയിൽ പുറത്തായി. കൊല്ലം ജില്ലയിൽ ഇരവിപുരം മണ്ഡലത്തിൽ 18,519 പേരും ചാത്തന്നൂരിൽ 16,899 പേരും കൊല്ലത്ത് 16,839 പേരും പുറത്താണ്. ഇങ്ങനെ പല ജില്ലകളിൽ നിന്നും നിരവധി പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. SIR നടപടികളുടെ ഭാഗമായി 5000 പോളിംഗ് ബൂത്തുകൾ പുതുതായി സൃഷ്ടിക്കപ്പെട്ടതായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക്. SIR കരട് വോട്ടർ പട്ടിക പുറത്തിറക്കിയത് ഈ ബൂത്തുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. 27 ബൂത്തുകൾ കൂടി സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. പുതിയ ബൂത്തുകളിൽ BLOമാരെ താമസിയാതെ നിയമിക്കും.